ശ്രീമന്നാരായണീയം ദശകം 25 നരസിംഹാവതാരം. ശ്ലോകം 8. അഗജാനന പത്മാർക്കം ഗജാനനമഹർനിശം അനേകദം തം ഭക്താനാം ഏകദന്തമുപാസ്മഹേ. സരസ്വതി നമസ്തുഭ്യം വരദേ ജ്ഞാനരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണുർഗുരുർദേവോ മഹേശ്വര ഗുരുഃ സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. താവന്മാംസവപാകരാളവപുഷം ഘോരാന്ധ്രമാലാധരം ത്വം മധ്യേ സഭമിത്തരോഷമുഷിതം ദുർവാര ഗുരുവാരവം. അഭ്യേതും ന ശശാക കോപി ഭുവനെ ദൂരെ സ്ഥിതാ ഭീരവാ. സർവേശരൂപവിരിഞ്ചവാസവമുഖ പ്രത്യേകമസ്തോഷത. ഇവിടെ കഴിഞ്ഞ ശ്ലോകത്തിൽ നമ്മൾ കണ്ടു, ഭഗവാൻ നരസിംഹാവതാരമായിട്ട് അവതരിച്ച് ഹിരണ്യകശിപുവിനെ വധിച്ച ഭഗവാൻ ഹിരണ്യകശിപുവിൻ്റെ ആ ശരീരം വരിച്ചൊരേർ വെച്ച് കൊടുത്തിട്ട് ചോര വീണ് നനഞ്ഞ തൻ്റെ ആ ശരീരം ആ ഉമ്മറപ്പടിയിൽ നിന്ന് അങ്ങോട്ട് ഉയർത്തി. എന്നിട്ട് അവിടെ നിന്ന് അങ്ങോട്ട് കുതിച്ച് ചാടി സകല അസുരന്മാരെയും പിടിച്ച് ഭക്ഷിക്കാൻ തുടങ്ങി. ഈ പ്രപഞ്ചമാകെ നിലതെറ്റിയ മട്ടിലായി തീർന്നു. ഭഗവാൻ അത്രയധികം കോപത്തോടു കൂടിയാണ് അവിടെ നിൽക്കുന്നത്. ഭൂമിയുടെ കറക്കം വല്ലാത്ത രീതിയിലായി. സമുദ്രങ്ങളെല്ലാം ഇളകി മറിഞ്ഞു. പർവ്വതങ്ങൾ കിടന്ന് കുലുങ്ങാൻ തുടങ്ങി. ചിന്നിച്ചിതറിപ്പോയി നക്ഷത്രങ്ങളും ഗ്രഹങ്ങളും എല്ലാം. അങ്ങനെ നിലതെറ്റിയ ഒരു മട്ടിലായി തീർന്നു ഈ പ്രപഞ്ചം മുഴുവനും. ആ സമയത്ത് ഈ നരസിംഹമൂർത്തിയുടെ ആ കോപത്തെ ശമിപ്പിക്കുവാനായി ബ്രഹ്മാവും മറ്റും എന്താണ് ചെയ്തത് എന്ന് പറയുകയാണ്. താവത്, ആ സമയത്ത് ഭഗവാൻ അത്യധികം കോപാകുലനായിട്ട് നിൽക്കുന്ന ആ സമയത്ത് മാംസവപാ കരാള വപുഷം, കൊല്ലപ്പെട്ടവരുടെ ഈ അസുരന്മാരെ മുഴുവനും പിടിച്ച് ഭഗവാൻ കടിച്ച് ചവച്ചരച്ചു. ആ അസുരന്മാരുടെ, മരിച്ചുപോയ അസുരന്മാരുടെ മാംസത്താലും വപയാലും, വപ എന്ന് പറഞ്ഞാൽ നെയ്യാണ്, ആ നെയ്യാലും കരാള ഭയങ്കരമായി തീർന്ന വപുഷം, ശരീരം, വപുഷം ശരീരത്തോടു കൂടിയവനും കൊന്നുകളഞ്ഞവരുടെയൊക്കെ മാംസവും അവരുടെ ആ ഉള്ളിലുള്ള ആ നെയ്യും കൊഴുപ്പും ഇതെല്ലാം ശരീരത്തിൽ മുഴുവനും ആയി. അങ്ങനെ ഭയങ്കരമായി തീർന്ന ശരീരത്തോടു കൂടിയവനും ഘോരാ അന്ത്രമാലാധരം, അന്ത്രം എന്ന് പറഞ്ഞ കുടലാണ്, ഘോരം കിടിലം കൊള്ളിക്കുന്ന പേടിപ്പിക്കുന്ന അന്ത്രമാലാധരം, മന്ത്രമാല, കുടൽമാല ധരം ധരിച്ചവനും. ഹിരണ്യകശിപുവിന്റെ മാറിടം പിളർന്ന് കീറി ആ കുടൽമാല മുഴുവൻ ഭഗവാൻ വലിച്ച് പുറത്തേക്ക് എടുത്തത് കഴുത്തിൽ അങ്ങോട്ട് അണിഞ്ഞു. അതാണ് ഇവിടെ കുടൽമാല ധരിച്ചവനും ഭീകരമായ രൂപമായി തീർന്നു. അപ്പോഴും അങ്ങനെ കുടൽമാല ധരിച്ചവനും ദുർവാര ഗുർവാരവം, ഇവിടെ ചെവി തുളച്ച് കയറുന്ന ഗുർവാരവം, ആ മഹാസിംഹനാദം, മഹാഗർജനം മുഴക്കുന്നവനും. മധ്യേ സഭം ഇത്തരോഷം ഉഷിതം, മധ്യേ സഭം, സഭാമധ്യത്തില് ഇത്ത രോഷം, ഇത്ത വർദ്ധിച്ച രോഷം, കോപം, കോപത്തോടെ
ഉഷിതം ഇരുന്നരുളിയവനുമായ ഭഗവാൻ അത്യധികം കോപത്തോടെ ശരീരം മുഴുവനും കൊന്നുകളഞ്ഞവരുടെ ആ മാംസവും അതുപോലെ തന്നെ ആ കൊഴുപ്പുമെല്ലാം പുരണ്ടിരിക്കുകയാണ് നിറച്ച്. അങ്ങനെ ഭയങ്കരമായി തീർന്ന ശരീരത്തോടു കൂടിയവനും ഹിരണ്യകശിപുവിന്റെ കുടൽമാല വലിച്ചെടുത്ത് കഴുത്തിൽ അണിഞ്ഞിട്ടുള്ളവനും ചെവി തുളച്ച് കയറുന്ന രീതിയിൽ അട്ടഹാസങ്ങൾ മുഴക്കിക്കൊണ്ട് അവിടെ ഇരുന്നരുളിയവനുമായ ത്വാം അങ്ങയുടെ അഭ്യേതും അടുത്തേക്കൊന്ന് ചെല്ലുവാൻ, ഭഗവാന്റെ ആ അടുത്തേക്കൊന്ന് ചെല്ലുവാൻ, ഭുവനേ ലോകത്തിൽ കോപി ന ശശാക ക അഭി ഒരുവനും ന ശശാക ശക്തനായില്ല. എല്ലാവരും പേടിച്ച് ദൂരെ മാറി നിന്നു ഭഗവാന്റെ ഈ കോപം കണ്ടപ്പോഴും ഈ ഭീകരമായ ശരീരം കണ്ടപ്പോഴും. അടുത്തേക്ക് അടുക്കാൻ ആർക്കും പറ്റിയില്ല. ശർവ വിരിഞ്ച വാസവ മുഖ, ശർവൻ ശിവൻ, വിരിഞ്ചൻ ബ്രഹ്മാവ്, വാസവൻ ദേവേന്ദ്രൻ, മുഖ തുടങ്ങിയ സർവേ എല്ലാവരും, ബ്രഹ്മാവ് ശിവൻ ദേവേന്ദ്രൻ തുടങ്ങിയിട്ടുള്ള എല്ലാവരും ഭീരവ പേടിച്ചു വിറച്ച്, ദൂരെ സ്ഥിത അകലെ നിന്നുകൊണ്ട്, പ്രത്യേകം വെവ്വേറെ, അസ്തോഷത സ്തുതിച്ചു. ഇവിടെ ഹിരണ്യകശിപുവിന്റെ ആസ്ഥാന സഭയിൽ വച്ചാണ് ഈ കാര്യങ്ങളെല്ലാം നടക്കുന്നത്. അവിടെ ഭഗവാൻ ഭീകരമായ രൂപവും അത്യധികമായ കോപവും ആയിട്ടങ്ങനെ ഇരിക്കുമ്പോൾ ദേവന്മാർക്കൊന്നും അടുത്തേക്ക് അടുക്കുവാൻ പറ്റിയില്ല. എല്ലാവരും പേടിച്ച് ദൂരെ മാറി നിന്ന് ഭഗവാനെ സ്തുതിച്ചു. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ.